ഗൈസ്, ലവ്ലി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് കാണിക്കാൻ പോവാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ കമന്റുകൾ താഴെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വായു. ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. ഇതിൽ അങ്ങനെ വലുതായിട്ട് എനിക്ക് മേക്കപ്പ് ഞാൻ ചെയ്യത്തില്ല, എന്നാലും ഉള്ളതൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ക്രീം, കൊറിയൻ ക്രീം എന്നാണ്. പക്ഷെ ഞാൻ ഇത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് മേടിച്ചാണ്. ഇത് തേച്ച് 1 വീക്ക് കഴിയുമ്പോൾ നല്ല കളറൊക്കെ ആവുമെന്ന് പറയുന്നത്. പക്ഷെ ഉണ്ടായപ്പോൾ സാധനമാണ്. ഇത് തേച്ചിട്ട് ഞാൻ വെളുത്തുമില്ല, ഒന്നുമില്ല, ഒന്നും കൂടെ കറുത്തതേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പിയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെറം, ഹെയർ സെറം, ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരിടയ്ക്ക് ഞാൻ വൈറ്റ് ടോൺ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അത് മാറ്റിയിട്ടാണ് പിന്നെ ഇത് എടുത്തത്. പിന്നെ പൊട്ടെന്ന് പറയുന്നത് ഐറ്റംസിന് പൊട്ട്, ഒരു കവർ പോലും പൊട്ടിച്ചിട്ടില്ല, ഒരെണ്ണം പൊട്ടിച്ച് ഇത്ര ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇത് ലിപ്സ്റ്റിക്കാണ്. ഇത് പക്ഷെ ലോക്കൽ സംഭവം കേട്ടോ, ആരും ഒന്നും വിചാരിക്കില്ല. അങ്ങാണ്ട് 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഇതിന്റെ പേരും സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് പക്ഷെ നല്ല സംഭവമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല റെഡ് കളറിങ് ആണ്, ഇപ്പൊ ഇട്ടിട്ടില്ല. പിന്നെ ഇതേണ്ടേ ഐലൈനർ മേടിച്ചു വെച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ട് പോലില്ല. കാരണം ഞാൻ കണ്ണ് എഴുതാറില്ല, വല്ലപ്പോഴും കണ്ണിന്റെ മണ്ടയ്ക്ക് മാത്രമേ എഴുതും. പക്ഷെ അത് ഇതുകൊണ്ടല്ല എഴുതുന്നത്, ഈ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് എഴുതുന്നത്. ഇതാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇതെല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ കശുമേലൊക്കെ ഇങ്ങനെ തേക്കുന്ന സംഭവം, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി ആ സംഭവമാണ്. പിന്നെ ഒരു ഫെമ്മുണ്ട് ഗൈസ്, അതാണെങ്കിൽ ഞാൻ ഈ മുഖത്ത് കുരുവും അതിൻ്റെ ഡാർക്കൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഗോൾഡിൻ്റെ ഫെമ്മ് തേക്കുമായിരുന്നു, ബ്ലീച്ച് ചെയ്യുമായിരുന്നു. പിന്നെ ഇത് ഞാൻ ഹെയറിൽ തേച്ച് മുടിയൊക്കെ കുറച്ച് കളറൊക്കെ ചേർക്കുന്ന സാധനമാണ്. അത് തീരാറായി, ഇച്ചിരിയും കൂടെ ഉള്ളു. പിന്നെ അതുകൊണ്ട് ഒരു ഡാസ്ലറിൻ്റെ ലിപ് ലൈനർ ഇരിപ്പുണ്ട്. ഇത് പണ്ടത്തെയാണ്, 5-6 വർഷമായി, ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ സാധനം. പിന്നെന്ന് പറഞ്ഞാൽ സിന്ദൂരം, സ്റ്റിക്കിൻ്റെ സിന്ദൂരമാണിത്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് പറഞ്ഞ സ്പ്രേ ആണ്, ഇത് ബ്ലാക്ക് ഫോഗ്. ഈ ഫോഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ലുള്ള ഐറ്റമാണിത്. അപ്പോൾ ഗൈസ്, പറയത്തക്കായിട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ഐറ്റമൊക്കെ. ജസ്റ്റ് കണ്ണെഴുതും, പൊട്ടുകൊണ്ട് ലിപ്സ്റ്റിക്കിടും, പൗഡർ ഇടും, ഇത്രയേ ഉള്ളൂ. പിന്നെ ഗൈസ്, എൻ്റെ മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടതായിട്ട് ഈ മറുക് കണ്ടോ, ഈ മറുക് എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇത് മറുകല്ല, എനിക്ക് ഇവിടെ ഒരു ടാറ്റു അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാനിവിടെ ഒരു പൊട്ടൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത് ചേരുന്നവരെല്ലാവരും എനിക്കൊന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഇത്, വേറൊന്നും ഇല്ല. പാവപ്പെട്ട ഇതായതുകൊണ്ട് എനിക്ക് വലിയ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. മേക്കപ്പ് ബോക്സ് എൻ്റെ ഇതില്ല സത്യം പറഞ്ഞാൽ. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളുമായിട്ട് മേടിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.